ഹലോ ഗായ്സ്, നമ്മളിപ്പോ നിൽക്കുന്നത് കാശ്മീരിലെ സ്വന്തം പഹൽഗാമിലാണ്. പഹൽഗാമിനെ കുറിച്ച് പറയാൻ പ്രത്യേകിച്ചൊന്നുമില്ല. ഈ കാണുന്ന പഹൽഗാം വളരെ മനോഹരമായ നദികളും നമ്മൾ ഈ കാർട്ടൂണൊക്കെ വരയ്ക്കൂലേ, നദി, മല, അതേ സെയിം സെറ്റപ്പാണ്. ഓക്കെ, ഒരിക്കലും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ വരേണ്ട സ്ഥലമാണ്. ഭൂമിയിലെ സ്വർഗം എന്നാണ് അറിയപ്പെടുന്നത്. ഒരു ടീച്ചേഴ്സ് ഇമാംബർ. രണ്ടാമതായി വരുന്നത് വെതബ് വാലി എന്നൊരു വേലിയാണ്. ആ വേലിക്ക് അങ്ങനെ ഒരു പേര് വീഴാൻ കാര്യം തന്നെ ബോളിവുഡ് സിനിമയായ സണ്ണി ഡിയോളിന്റെ ബോളിവുഡ് ഫിലിം ഷൂട്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ്. സണ്ണി ഡിയോൾ അല്ല ബ്രോ, സണ്ണി ഡിയോൾ മൈൻഡ് ഇറ്റ്. സണ്ണി ഡിയോളിന്റെ ഒരു ഫിലിം ഷൂട്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് അങ്ങനെ ഒരു പേര് താഴ്വരയ്ക്ക് വന്നത്. പിന്നെ പറയുകയാണെങ്കിൽ വളരെ സുന്ദരവും പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ്. രണ്ടാമത്തെ കാര്യം ആരിഫ് ബ്രോ പറയുന്നതാണ്. രണ്ടാമത്തെ വരുന്നത് ബൈസൺ വാലിയാണ്. മിനി സ്വിറ്റ്സർലാൻഡ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പം ഇവിടെ ഏറ്റവും മനോഹരമായത് പൈൻ മരങ്ങളിലാണ്. ഇവിടെ അതിമനോഹരം. പിന്നെ ഇവിടെ ഹോഴ്സ് റൈഡിംഗ് ആണ് മെയിൻ ആയിട്ടുള്ളത്. ഇവിടെ പിന്നെ ഹോഴ്സ് റൈഡിംഗ് എന്ന് പറഞ്ഞാൽ ഫുള്ളും ബാർഗൈനിങ് ചെയ്ത് വേണം കയറാൻ. ഇല്ലാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് കുതിരയുണ്ട്, കുതിരയുടെ ചാണകമുണ്ട്. ചവിട്ടാൻ ശ്രദ്ധിക്കുക, അത് മെയിൻ ആണ്, ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഇപ്പൊ ഇവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് എല്ലാവർക്കും സ്യൂട്ട് ആവുന്ന ഒരു ക്ലൈമറ്റ് ആണ്. 9 മാസമായ ഒരു കുരിപ്പാണ് ഈ കൈയിരിക്കുന്നത്. 10 ആയല്ലേ, അപ്പൊ 10 മാസത്തിന്റെ ഒരു കുരിപ്പാണ് ഇരിക്കുന്നത്. ഫേസ് 2 വരെയൊക്കെ പോയിട്ടുണ്ട് ഇവിടെ, എന്നാണെന്ന് അറിഞ്ഞുകൂടാ അല്ലേ. അപ്പം ഉറപ്പായിട്ട് അടുത്ത വീഡിയോസ് ഉണ്ടാവും. അപ്പം ഇതിന്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അറിയാൻ പറ്റും. പിന്നെ വരുന്നെങ്കിൽ ഒരു ഹിന്ദി അറിയാന്നുള്ള ഒരാളെ കൂടെ കൊണ്ടുവരാം. എനിക്ക് ഒന്നായിരുന്നു നമ്മളെ കൂട്ടത്തിൽ ഒരു ബംഗാളിയാക്കി കളഞ്ഞു ഗൈസ്. അതുകൊണ്ട് നിങ്ങളെ കൂട്ടത്തിൽ വരുന്നവരെ 2 ബംഗാളികളൊക്കെ ആക്കി കളയും. ശരിക്കും കാശ്മീരിൽ വന്ന് ഹിന്ദി അറിയപ്പെടും. കാരണം നമ്മളെ നോർമൽ ഹിന്ദി അല്ല, ഒരു ഹിന്ദി എന്തോ നമുക്ക് മനസ്സിലാവില്ല. എന്തോ വേറൊരു ടച്ചുള്ള ഹിന്ദിയാണ്. ഓക്കെ, മസ്റ്റായിട്ട് ഹിന്ദി ഫ്ലുവൻ്റ് ആയിട്ട് അറിയാം. പിന്നെ ആള് കുറച്ചാൾ പുറത്തായതുകൊണ്ട് അറിയാം ഹിന്ദി. പോയി ഓക്കെ, ഇത് ഒരു വാലി ഉണ്ടല്ലോ, എന്തായിരുന്നു അത് അരുവാലി. പ്രകൃതി സൗന്ദര്യം ഗ്രാമീണ പ്രദേശമായ വാലിയാണ് അരുവാലി. ഇത് ട്രക്കിംഗ് എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ് അരുവാലി. എന്റെ ഹസ്ബൻഡായ അബു അസ്സർ പറയുന്നത്. മെയിനായിട്ട് മറ്റൊരു വാലിയുള്ള ചന്ദൻ വാലിയാണ്. ചന്ദൻ വാലി എന്ന് പറയുമ്പോൾ ഈ കാണുന്ന അപ്പൊ ഇങ്ങനെ അല്ല, ശരിക്കും ഫുള്ള് മഞ്ഞാൽ മൂടപ്പെടുന്ന ടൈമാണ്. ഒക്ടോബർ, നവംബർ, ഡിസംബർ ആ സമയത്ത് വന്നാലേ അത് നമുക്ക് മാക്സിമം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ഈ റീൽസിലൊക്കെ ഓരോരുത്തർ ഇങ്ങനെ ഇറങ്ങിയൊക്കെ പോകില്ലേ, ആ പരിപാടിയൊക്കെ ആ ടൈമിൽ ഷൂട്ട് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. പിന്നെ എന്തൊരു കാര്യം ഉണ്ടായിരുന്നു, അതായിരുന്നു മെയിനായിട്ട് ഈ 4 വാലികളാണ് ഇവിടെ വിസിറ്റ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ വരുന്ന വഴി നമ്മള് ഒന്ന് ഡിഫറെന്റ് പ്ലേസ് ഉണ്ടായിരുന്നു. ആപ്പിൾ തോട്ടത്തിൽ ഇറങ്ങിയായിരുന്നു. അവിടെ സീസൺ അല്ല, സീസൺ നവംബറിലാണ്. എങ്കിലും നമ്മൾ സന്ദർശിച്ച് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റി. ആപ്പിൾ ചെറുതായിട്ട് അത് ഉണ്ട്. അതിന് നല്ല ഗ്രോത്ത് ആയിട്ട് വരണമെങ്കിൽ നവംബറിലൊക്കെ ആവണം. ആ മലയാളികളെ പ്രത്യേകിച്ച് സൂക്ഷിച്ച് നോക്കുന്ന കാര്യം അത് പറിക്കണുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി. അതിൽ ഏറ്റവും മെയിൻ ഇമ്പോർട്ടൻസ് ആണ് ഇവിടെ വരുമ്പം നമ്മളെ കാണുമ്പോൾ തന്നെ അവർക്കറിയാം മലയാളിയാണ്. അവർ ചോദിക്കും നല്ലതാണോ, എന്തുകൊണ്ടെന്ന് അറിയില്ല, ലുക്കാണോ, നമ്മളെ കൂടുതലായിരിക്കും അത് ചോദിച്ചതിന് ശേഷം എന്ത് പറഞ്ഞിരുന്നാലും. ഇത്രയാണ് ഇവിടുത്തെ പ്രകൃതി രമണീയ സ്ഥലം. ഇതാണ് നമ്മുടെ സ്ഥലം. ഇവിടെ ഞാൻ അത് ഇതിന്റെ കൂടെ വീഡിയോ എന്തായാലും കൊടുക്കാം. നമ്മളൊരു കടയിൽ മസാല ദോശ ചോദിച്ചപ്പോൾ എത്രയാ പറഞ്ഞത്? 200. പക്ഷെ നമ്മൾ ഓപ്പോസിറ്റ് ചിക്കൻ ബിരിയാണി എത്രയ്ക്കാ? നമ്മള് 150. 150 ചിക്കൻ ബിരിയാണി ഓപ്പോസിറ്റ്. അതിന്റെ ഓപ്പോസിറ്റ് മസാല ദോശ 200. എന്നാലും ചോദിക്കേ, നല്ല തിരക്ക്. ഇങ്ങനെ 1-2 തേപ്പുകൾ മാത്രമേ ഉള്ളൂ, വേറെ വിഷയമൊന്നുമില്ല. വരുന്ന എല്ലാരും ഇപ്പം സാഫ്രോന്റെ സീസൺ അല്ല, ഈ കഴിഞ്ഞ ഒരു മന്തും കൂടി ആയിരുന്നായിരുന്നു സീസൺ വന്നിരുന്നത്. അതിപ്പോ മൊത്തത്തിൽ ഇപ്പം ആടം മാത്രമായിട്ടാണ് കിടക്കുന്നത്. സാഫ്രോന്റെ സീസൺ വരുന്നെന്നുണ്ടെങ്കിലും ഒരു നവംബർ ആ ഒരു ടൈമിലൊക്കെ വരണം. കാരണം വെച്ചാൽ പിന്നെ ആ ടൈമിൽ വന്നു കഴിഞ്ഞാൽ മഞ്ഞ് കാണത്തില്ല, മഞ്ഞ് കുറവായിരിക്കും. ആ ടൈമിൽ ഈ ആപ്പിളും സാഫ്രോണും മാത്രമേ ഉണ്ടാവത്തുള്ളൂ. അതുകൊണ്ട് അതും കൂടി ശ്രദ്ധിക്കുക. ആപ്പിൾ വേണമെന്ന് പറയുമ്പോൾ മഞ്ഞ് കാണത്തില്ല, മഞ്ഞ് വേണമെന്ന് വരുമ്പോൾ ആപ്പിൾ കാണത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ഐഡിയപൂർവമായിട്ട് സെറ്റ് ചെയ്ത് തരിക. ഈ ഒരു കൂടുതൽ നല്ലത്. പിന്നെ എന്ത് കാര്യമായാലും എല്ലാരും ഐഡിയ പൂർവ്വം വരാവും, ഇന്ന് പെട്ടുപോകരുത്.
അതാ പറയാനുള്ളൂ. നമുക്ക് പിന്നെ നമ്മൾ ആദ്യമായി കാശ്മീർ വന്നുകൊണ്ട് തന്നെ നമുക്ക് പ്രോപ്പറായിട്ട് ഗൈഡ് തരാൻ ആൾക്കാരുണ്ടായിരുന്നു. നമുക്ക് ട്രാവൽസ് വഴി വന്നത് കൊണ്ട് വലിയ വിഷയമൊന്നും ഉണ്ടായില്ല. എല്ലാവരെയും വരാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ വീഡിയോ കമന്റ് ഇടാം. നമ്മളെ കൊണ്ട് തീർക്കാൻ പറ്റുന്ന കാര്യങ്ങൾ തീർക്കാം. പിന്നെ പാക്കേജിനേക്കാളും ശരിക്കും നമുക്ക് പ്രോഫിറ്റബിളും കുറച്ചുകൂടി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നതും അല്ലാതെ പറഞ്ഞു. കാരണം പാക്കേജ് വരുമ്പോൾ ഇത്ര സമയത്തിനകത്ത്, കാരണം ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ലല്ലോ, ഇത്ര സമയത്ത് തന്നെ തിരിച്ചു പോകണമെന്നൊക്കെ പറയും. പക്ഷെ നമുക്ക് അങ്ങനെയൊന്നുമില്ല. നമ്മളെ ഇഷ്ടം നമുക്ക് മാക്സിമം എക്സ്പ്ലോർ ചെയ്യാം. എവിടെ വേണമെങ്കിലും പോവാം, ആരോട് വേണമെങ്കിലും ഒരു കുഴപ്പമില്ല. സണ്ണി കൂടെ വേണമെങ്കിലും പോവാം. ഓക്കെ, അതെന്തെങ്കിലും പറയാനില്ലല്ലോ. വീണ്ടും സന്ധിക്ക് വരയ്ക്കും. വണക്കം.